സൂപ്പർ 8-ലെ ആദ്യ കളി തോറ്റെങ്കിലും ഈ ലോകകപ്പ് ഇന്ത്യക്കുള്ളതാണ്. പ്രധാനമായും 2007-ലെ ലോകകപ്പും ഈ പതിപ്പും തമ്മിലുള്ള സാമ്യതകളാണ്. നായകനായി ധോണിയുടെ ആദ്യത്തെ ICC ടൂർണമെന്റ് ആയിരുന്നു അത്. ഇത്തവണത്തേത് സൂര്യകുമാർ യാദവിന്റെയും സഞ്ജു സാംസൺ പ്ലേയിങ് 11-ലെത്തും. ഇനിയും അഴിച്ചു പണിതില്ലെങ്കിൽ സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും T20 ലോകകപ്പിൽ കിരീട പ്രതീക്ഷയുമായെത്തി സൂപ്പർ 8-ൽ തന്നെ പുറത്തു പോകുമോ എന്ന ആശങ്കയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ. ഗ്രൂപ്പ് ഘട്ടത്തിൽ 4 ജയിച്ച് ഒന്നാമതായി ഇന്ത്യ സൂപ്പർ 8-ൽ കടന്നെങ്കിലും ആ ജയത്തിലും ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. സൂപ്പർ 8-ലെ ആദ്യ കളിയിൽ തന്നെ ആ ആശങ്കകൾ എല്ലാം വസ്തുതയായിരുന്നുവെന്ന് ദക്ഷിണാഫ്രിക്ക വ്യക്തമാക്കി തന്നു, അതും നല്ല വൻ മാർജിനിൽ. എന്നിരുന്നാലും ശുഭാപ്തി വിശ്വാസികളായ ഇന്ത്യൻ ആരാധകർ പുതിയൊരു കണ്ടെത്തലുമായി എത്തി. സൂപ്പർ 8-ലെ ആദ്യ കളി തോറ്റെങ്കിലും ഈ ലോകകപ്പ് ഇന്ത്യക്കുള്ളതാണ്. അതിൻ്റെ കാരണവും നിരത്തുന്നുണ്ട് ആരാധകർ. പ്രധാനമായും 2007-ലെ ലോകകപ്പും ഈ പതിപ്പും തമ്മിലുള്ള സാമ്യതകളാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. 2007-ലെ പ്രഥമ ലോകകപ്പ് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു നടന്നത്. അന്ന് ഇന്ത്യ ഇറങ്ങിയത് പുതിയ നായകൻ MS ധോണിക്ക് കീഴിലും ഒരു പുത്തൻ സംഘം. നായകനായി ധോണിയുടെ ആദ്യത്തെ ICC ടൂർണമെന്റ് ആയിരുന്നു അത്. ഇത്തവണത്തേത് സൂര്യകുമാർ യാദവിന്റെയും ആദ്യ ICC ടൂർണമെന്റാണ്. ഇതാണ് ആദ്യത്തെ സാമ്യത. ഇതിലിപ്പോൾ വലിയ കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് നമുക്ക് അടുത്ത സാധ്യത പരിശോധിക്കാം. അന്നും ഇന്നും ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഗ്രൂപ്പിലായിരുന്നു ഏറ്റുമുട്ടിയത്. അന്നും ഇന്നും ഇന്ത്യ ജയിക്കുകയും ചെയ്തു. 2007-ൽ ബോളൌട്ടിലാണെങ്കിൽ ഇത്തവണ പാകിസ്ഥാനെ തകർത്തത് 61 റൺസിന്റെ വ്യക്തമായ മാർജിനിൽ. തീർന്നില്ല, അന്ന് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ വലിയൊരു അട്ടിമറി ആ ലോകകപ്പിൽ നടന്നു. ഫേവററ്റുകളായ ഓസ്ട്രേലിയയെ സിംബാബ്വെ തോൽപ്പിച്ചു. ആദം ഗിൽക്രിസ്റ്റും റിക്കി പോണ്ടിങ്ങും ബ്രെഡ്ലിയുമെല്ലാം അടങ്ങിയ മൈറ്റി ഓസീസ് സിംബാബ്വെക്ക് മുന്നിൽ കീഴടങ്ങിയത് 5 വിക്കറ്റിന്. ഇത്തവണ ഗ്രൂപ്പ് ഘട്ടത്തിൽ സിംബാബ്വെ ഓസീസിനെ അട്ടിമറിച്ചത് 23 റൺസിനും. കഴിഞ്ഞില്ല. 2007 ലോകകപ്പിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മുന്നേറിയ ഇന്ത്യക്ക് സൂപ്പർ 8-ൽ പിഴച്ചു. ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനോടാണ് ഇന്ത്യ അന്ന് തോറ്റത്. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് 190 റൺസ് എടുത്തു. മറുപടിയിൽ ഇന്ത്യ 180-ന് പുറത്തായി. 10 റൺസിന്റെ തോൽവി. ഈ ലോകകപ്പിൽ പരാജയം കുറച്ച് കടുപ്പമായിരുന്നു. 76 റൺസിനാണ് ഇന്ത്യയെ ദക്ഷിണാഫ്രിക്ക തകർത്തുവിട്ടത്. അന്ന് 20 റൺസിന് ഡാനിയൽ വെട്ടോറി 4 വിക്കറ്റ് എടുത്തപ്പോൾ ഇത്തവണ മാർക്കോ യാൻസനാണ് 4 വിക്കറ്റ് നേടി ഇന്ത്യൻ ബാറ്റർമാരുടെ നടുവൊടിച്ചത്. എന്നാൽ 2007 ലോകകപ്പിൽ പിന്നീട് ഇംഗ്ലണ്ടിനെയും ദക്ഷിണാഫ്രിക്കയെയും തോൽപ്പിച്ച് ഇന്ത്യ സെമിയിൽ കടന്നു. സെമിയിൽ ഓസ്ട്രേലിയയും ഫൈനലിൽ പാകിസ്ഥാനെയും തകർത്ത് പ്രഥമ 2020 ലോകകപ്പ് നേടുകയും ചെയ്തു. മാത്രമല്ല അന്ന് യുവരാജ് സിംഗ് ഇന്ത്യയുടെ കിരീട നേട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. യുവരാജിൻ്റെ ശൈലിക്ക് ഏറെക്കുറെ സമാനമായാണ് ശിവം ദുബെ ഇന്ത്യയെ ഇത്തവണ മുന്നോട്ട് നയിക്കുന്നത്. സാമ്യതകൾ ഇനിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയുമായുള്ള ആദ്യ മത്സരം തോറ്റെങ്കിലും ശേഷിക്കുന്ന 4 മത്സരവും ജയിച്ച് ഇന്ത്യ കിരീടം നേടുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. അതിലെ ആദ്യ കടമ്പ സിംബാബ്വെയാണ്. വ്യാഴാഴ്ച ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലെ നിർണായക മത്സരത്തിനിറങ്ങുമ്പോൾ ചില മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷിക്കാം. ഇനിയും അഴിച്ചു പണിതില്ലെങ്കിൽ സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും പെട്ടി പാക്ക് ചെയ്യേണ്ടി വരും. 3 മാറ്റങ്ങളാണ് ഇന്ത്യ വരുത്താൻ സാധ്യതയുള്ളത്. ഓഫ് സ്പിൻ കെണിയിൽ വീഴുന്ന ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ തന്നെയാകും ആദ്യത്തെ ചേഞ്ച്. മലയാളി താരം സഞ്ജു സാംസൺ പ്ലേയിങ് 11-ലെത്തും. അഭിഷേക് സഞ്ജു ലെഫ്റ്റ് റൈറ്റ് കോംബോ ഇതാദ്യമായി ലോകകപ്പിൽ പരീക്ഷിക്കും. തുടരെ 3 ഡക്കിന് ശേഷം തിരിച്ചുവരവിന്റെ ചെറിയ സൂചന അഭിഷേക് കാണിച്ചിരുന്നു. സഞ്ജുവാകട്ടെ തീർത്തും നിരാശപ്പെടുത്തിയ ന്യൂസിലൻഡിനെതിരായ പരമ്പരയ്ക്ക് ശേഷം പ്ലേയിങ് 11-ൽ കയറിയിട്ടില്ല. അഭിഷേകിന് പരിക്കേറ്റപ്പോൾ നമീബിയക്കെതിരെ സഞ്ജുവിനെ ഇറക്കി. 8 പന്തിൽ 22 റൺസുമായി സഞ്ജു കത്തിക്കയറുകയും ചെയ്തു. മാത്രമല്ല ഈ ലോകകപ്പിൽ ഇന്ത്യ 200 കടന്ന ഏക മത്സരവും അതായിരുന്നു. സഞ്ജു അഭിഷേക് സഖ്യം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇഷാൻ 1 ഡൗൺ പൊസിഷനിലെത്തും. 1 ഡൗൺ പൊസിഷനിൽ കളിച്ചാണ് കാര്യവട്ടത്ത് ഇഷാൻ സെഞ്ചുറി അടിച്ചിരുന്നത്. ഇതോടെ 3-ാം നമ്പറിൽ കളിച്ചിരുന്ന തിലക് വർമ്മ ടീമിന് പുറത്തു പോകേണ്ടി വരും. തിലകിൻ്റെ മെല്ലെപ്പോക്കിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ഇതുവരെ കളിച്ച 5 മത്സരത്തിലും നിരാശപ്പെടുത്തിയ തിലകിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 118 മാത്രമാണ്. ശരാശരി വെറും 21. തിലകിനൊപ്പം പുറത്തു പോകാൻ സാധ്യതയുള്ള താരം റിങ്കു സിംഗ് ആണ്. ഫിനിഷർ റോളിൽ കളിക്കുന്ന റിങ്കുവിന് ഒരു മത്സരത്തിൽ പോലും തിളങ്ങാനായിട്ടില്ല. 5 ഇന്നിംഗ്സിലും ബാറ്റ് ചെയ്ത റിങ്കു ആകെ നേടിയത് 24 റൺസ് മാത്രം. ഫിനിഷറായ റിങ്കുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ കേവലം 83-ൽ താഴെയും. റിങ്കുവിന് പകരം കഴിഞ്ഞ 2 മത്സരത്തിലും ടീമിൽ ഇടം കിട്ടാതിരുന്ന അക്സർ പട്ടേലിനെ തിരിച്ചു വിളിച്ചേക്കും. കഴിഞ്ഞ മത്സരത്തിൽ 11-ലുണ്ടായിരുന്ന വാഷിംഗ്ടൺ സുന്ദറിന് പകരം കുൽദീപ് യാദവിനെയും ഇന്ത്യ സിംബാബ്വെക്കെതിരെ ഉൾപ്പെടുത്തിയേക്കും.
സ്പിന്നിനെ തുണയ്ക്കുന്ന ചെന്നൈയിലെ പിച്ചിൽ വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ ത്രയം ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാകും. ഇതുവരെ മാറ്റത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വിന്നിംഗ് കോമ്പിനേഷൻ പൊളിക്കില്ല എന്നായിരുന്നു സൂര്യയുടെ മറുപടി. സൂപ്പർ 8-ൽ തോറ്റതോടെ ആ കോമ്പിനേഷൻ ഇനിയെങ്കിലും പൊളിച്ച് ലെഫ്റ്റ് റൈറ്റ് കോംബോയ്ക്ക് ഇന്ത്യ മുതിരുമോ എന്ന് കാത്തിരുന്നു കാണാം. അതോ സൂര്യ വീണ്ടും പുച്ഛത്തോടെ ചിരിക്കുമോ എന്നും നോക്കാം നമുക്ക്.